ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്നതിന്റെ വർക്ക് ബുക്കാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഈ പാഠം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ STD1 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ STD1 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിലോ എടുത്തു നോക്കിയാൽ മതി കേട്ടോ. അതിൽ കാണാം നിങ്ങൾക്ക്. ആദ്യത്തെ വർക്ക്ഷീറ്റ് വരുന്നത് എന്താ മക്കളെ? നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാനാവുന്നുണ്ടോ? ഇതിൽ ഉയരം കൂടിയ വീടിന് റോസ് നിറവും ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറവും കൊടുക്കൂ എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം വരുന്നത്. നമുക്കറിയാം, കണ്ടാൽ തന്നെ ഇതാണല്ലേ ഇതിൽ ഉയരം കൂടിയ വീട്. അതിന് നമുക്ക് റോസ് നിറം നൽകാം. ഉയരം കുറഞ്ഞ ഈ വീടിന് മഞ്ഞ നിറവും നൽകാം. ഇനി അടുത്തത് നോക്കൂ. മീനുവിന്റെ കയ്യിലെ കനം കൂടിയ പുസ്തകത്തിന് ചുവപ്പ് നിറവും കനം കുറഞ്ഞതിന് നീല നിറവും കൊടുക്കും. അപ്പൊ ഇതാണ് മീനുവിന്റെ കയ്യിലുള്ള കനം കൂടിയ പുസ്തകം ഇതാണ്. അതിന് നമുക്ക് ചുവപ്പ് നിറം നൽകാം. കനം കുറഞ്ഞത് മറ്റതാണ്, നമുക്കതിന് നീല നിറം നൽകാം. ഇനി നീളം കൂടിയ കമ്പ് പിടിച്ച ആളുടെ വസ്ത്രത്തിന് ഓറഞ്ച് നിറവും നീളം കുറഞ്ഞ കമ്പ് പിടിച്ച ആളുടെ വസ്ത്രത്തിന് വയലറ്റ് നിറവും കൊടുക്കും. അപ്പൊ ഇവിടെ അച്ഛനും അമ്മയും ആണല്ലേ കമ്പ് പിടിച്ച് നിൽക്കുന്നത്. അമ്മയാണ് നീളം കുറഞ്ഞ കമ്പ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് വയലറ്റ് നിറം കൊടുക്കാം. അമ്മയുടെ വസ്ത്രത്തിന് സാരിക്ക് വയലറ്റ് നിറം കൊടുക്കാം. നീളം കൂടിയ കമ്പ് പിടിച്ച അച്ഛന്റെ വസ്ത്രത്തിന് ഓറഞ്ച് നിറവും കൊടുക്കാം. അടുത്ത വർക്ക്ഷീറ്റ് നോക്കൂ മക്കളെ. വീട്ടിൽ നിന്ന് അകലെയുള്ള മരത്തിന്റെ ഇലകൾക്ക് മഞ്ഞ നിറവും മരത്തടിക്ക് കറുപ്പ് നിറവും കൊടുക്കും. അപ്പൊ വീട്ടിൽ നിന്ന് അകലെയുള്ള മരം ഇതാണല്ലേ. അതിന്റെ ഇലകൾക്ക് നമുക്ക് മഞ്ഞ നിറം കൊടുക്കാം. മരത്തടിക്ക് കറുപ്പ് നിറവും കൊടുക്കാം. അടുത്തുള്ള മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറവും മരത്തടിക്ക് തവിട്ട് നിറവും കൊടുക്കും. അപ്പൊ നമ്മുടെ വീടിനടുത്തുള്ള മരം ഇതാണ്. അതിന്റെ ഇലകൾക്ക് പച്ച നിറം കൊടുക്കാം. മരത്തടിക്ക് തവിട്ട് നിറവും കൊടുക്കാം. വീടിനും നിറം കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീടിനും നിങ്ങൾക്ക് മനോഹരമായ നിറം ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വലിയ ആടിന് തവിട്ട് നിറവും ചെറിയ ആടിന് കറുപ്പ് നിറവും കൊടുക്കും. ഇതിൽ വലിയ ആട് ഇതാണ്. അതിന് നമുക്ക് തവിട്ട് നിറം കൊടുക്കാം. ചെറിയ ആടിന് കറുപ്പ് നിറവും കൊടുക്കാം. മിലന്റെ കയ്യിലുള്ളതിൽ ഭാരം കൂടിയതിന് പച്ച നിറവും ഭാരം കുറഞ്ഞതിന് ചുവപ്പ് നിറവും കൊടുക്കും. അപ്പൊ മിലന്റെ കയ്യിൽ ചക്കയും ഒരു ബലൂണുമാണ് ഉള്ളത്. ചക്കയാണോ ബലൂണാണോ ഭാരം കൂടുതലുള്ളത്? സ്വാഭാവികമായും ചക്കയാണല്ലേ. അപ്പൊ ചക്കയ്ക്ക് പച്ച നിറം കൊടുക്കാം. ഭാരം കുറഞ്ഞ ബലൂണിന് ചുവപ്പ് നിറം കൊടുക്കാം. അടുത്ത വർക്ക്ഷീറ്റ് നോക്കൂ. കുറുക്കന്റെയും കുക്കിന്റെയും കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയിലെ ചില സന്ദർഭങ്ങളാണ് ഇത്. നിങ്ങൾക്ക് ടീച്ചർ കഥ പറഞ്ഞു തരും. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. നിറയെ ഉള്ള പാത്രം ഏത്? ശരി അടയാളം ഇടുക. കുറുക്കന്റെ പാത്രത്തിലാണോ കുക്കിന്റെ പാത്രത്തിലാണോ നിറയെ വെള്ളമുള്ളത്? കുറുക്കന്റെ പാത്രത്തിലാണല്ലേ. അപ്പൊ അതിന് ശരി അടയാളം ഇട്ട് കൊടുക്കാം. ഒഴിഞ്ഞ പാത്രം ഏത്? ശരി അടയാളം ഇടുക. കുക്കിന്റെ പാത്രത്തിൽ സാധനമുണ്ട്, കുറുക്കന്റെ പാത്രത്തിൽ ഒന്നുമില്ല. അപ്പൊ കുറുക്കന്റെ പാത്രമാണ് ഒഴിഞ്ഞ പാത്രം. അതിന് ശരി അടയാളം ഇട്ട് കൊടുക്കാം. അടുത്ത വർക്ക്ഷീറ്റിലേക്ക് വരാം. വീട്ടുപകരണങ്ങൾ. ഒരേ എണ്ണം വരുന്നവയ്ക്ക് ഒരേ നിറം കൊടുക്കും. നമുക്കിവിടെ പല പല വീട്ടുപകരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഗ്ലാസ് ആണ്. അത് 4 എണ്ണമുണ്ട്. പിന്നെ തവി 5 എണ്ണമുണ്ട്. 1 2 3 4 5. പാത്രം 1 2 2 പ്ലേറ്റ് ആണുള്ളത്. പിന്നെ കൂജയോ 1 2 3. ബക്കറ്റ് 1. പിന്നെ ഇപ്പുറത്ത് കപ്പ് എത്ര എണ്ണം ഉണ്ട്, ബൗൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3. പിന്നെ ഒരു കലം 1 ആണുള്ളത്. ഗ്ലാസ് 1 2 3 4 4 പിന്നെ പാന് 1 2 3 4 5 5 ജഗ് 1 2 2 അപ്പൊ ഏതൊക്കെ വരും മക്കളെ? ആദ്യത്തേത് ഒരെണ്ണം വരുന്നത് ഇതാണ്. 2 വീതം വരുന്നത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും 3 വീതമാണ് വരുന്നത്. 4 വീതം വരുന്നത് ഇത് രണ്ടുമാണ്. 5 വീതം വരുന്നത് ഇത് രണ്ടുമാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. കുട്ടികളുടെ അത്രയും എണ്ണം ലഡുവിന് മഞ്ഞ നിറം കൊടുക്കൂ. എണ്ണം എഴുതൂ. എത്ര കുട്ടികളുണ്ടെന്ന് എണ്ണി നോക്കൂ മക്കളെ. 1 2 3 4 5 കുട്ടികളാണ് ആ ബെഞ്ചിലുള്ളത്. അപ്പൊ 5 ലഡുവിന് നിങ്ങൾക്ക് നിറം കൊടുക്കാവുന്നതാണ്. എണ്ണം എങ്ങനെ എഴുതാം? 5 എന്ന് ഇങ്ങനെയാണല്ലേ എഴുതുന്നത്. കൂട്ടങ്ങളാക്കാം. 2 വട്ടം വരച്ച് കൂട്ടമാക്കൂ. ഇപ്പൊ 2 കുടകളെ വട്ടം വരച്ച് നിങ്ങൾക്ക് കൂട്ടമാക്കി കൊടുക്കാം. 1 2. ഈ വട്ടത്തിനുള്ളിൽ 2 കുടകളല്ലേ ഉള്ളൂ. 3 കൂട്ടമാക്കൂ. ഈ കുപ്പായത്തിൽ 3 വീതം കൂട്ടങ്ങളാക്കുക. 1 2 3. ആദ്യം നമ്മളൊരു വട്ടം വരച്ചു. 1 2 3. പിന്നെയും ഒരു വട്ടം വരച്ചു. ഒരെണ്ണം ബാക്കിയായിട്ടുണ്ടല്ലേ. 5 കൂട്ടമാക്കൂ. നിറം കൊടുക്കൂ. 5 പന്തുകളുണ്ട്. അതിൽ 5 പന്തുകൾക്ക് ഞാൻ നിറം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പന്തുകളിലുള്ളതിൽ 5 പന്തുകൾക്ക് ഞാൻ നിറം കൊടുത്തിട്ടുണ്ട്. അതിനെ കൂട്ടമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കൂ. എണ്ണത്തിന് നേരെ അത്രയും പൊട്ടുകൾ ഒട്ടിക്കും. നമുക്കിവിടെ ഓരോ സംഖ്യകൾ വീതം തന്നിട്ടുണ്ട്. ആ സംഖ്യ എത്രയാണോ അത്ര വീതം പൊട്ടുകൾ ആ ഒഴിഞ്ഞ കളത്തിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചില്ലെങ്കിൽ വരച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പൊ എനിക്കിപ്പോൾ വരച്ചു കൊടുക്കാനേ സാധിക്കുള്ളൂ. മക്കൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ കഴിയുമെങ്കിൽ.
ആദ്യത്തേത് എന്താ വായിക്കാം മക്കളെ? 1 അല്ലേ? 1 എന്നല്ലേ? അപ്പൊ എത്ര പൊട്ടുകൾ ഒട്ടിക്കണം? ഒരു പൊട്ട് ഒട്ടിച്ചാൽ മതി. രണ്ടാമത്തേത് 2 എന്നാണ് വായിക്കാം. അപ്പൊ 2 പൊട്ടുകൾ ഒട്ടിക്കണേ. 1 2 2 പൊട്ടുകൾ. അടുത്തത് 3. അപ്പൊ എത്ര പൊട്ടുകൾ ഒട്ടിക്കണം? 1 2 3 പൊട്ടുകൾ ഒട്ടിക്കണം. അടുത്തത് 4. 1 2 3 4 പൊട്ടുകൾ ഒട്ടിച്ചു കൊടുക്കണം. അവസാനത്തേതോ 5 എന്നാണല്ലേ വായിക്കാറ്. അപ്പൊ 1 2 3 4 5 പൊട്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം. എണ്ണി എഴുതാം. നമുക്ക് താഴെ തന്നിട്ടുള്ള ഓരോ വസ്തുക്കളെയും എത്ര വീതമാണ് തന്നിട്ടുള്ളത് എന്ന് എണ്ണി എഴുതണം. ആദ്യത്തെ ചിരട്ട നോക്കൂ മക്കളെ, 1 ആണല്ലേ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 എന്ന് എഴുതി കൊടുക്കാം. രണ്ടാമത്തേത് കളിപ്പാവയാണ്. 1 2 3 എണ്ണം, 3 ടെഡി ബിയേഴ്സ് ഉണ്ട്. അടുത്തത് ഹെലികോപ്റ്ററുകളാണ്. എത്ര ഹെലികോപ്റ്ററുകൾ തന്നിട്ടുണ്ട്? 1 2 2 എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ചെണ്ടകളാണ്. 1 2 3 4 5 ചെണ്ടകളുണ്ട്. അതുകൊണ്ട് നമുക്ക് 5 എന്ന് എഴുതി കൊടുക്കാം. അവസാനത്തേത് കുറച്ച് പന്തുകളാണ്. 1 2 3 4 4 പന്തുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ 4 എന്ന് എഴുതി കൊടുക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ. ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കൂ. അത്രയും എണ്ണം ഇലകൾ വരയ്ക്കൂ. അപ്പോൾ ഓരോ പൂവിലും നടുവിലായിട്ട് ചില സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സംഖ്യ എത്രയാണോ വായിക്കുന്നത് അത്രയും ഇലകൾ നിങ്ങൾ വരച്ചു കൊടുക്കണം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒരു പൂവിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് 2 ഇലകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൂവ് നോക്കിക്കേ, അതിൽ 5 എന്നാണല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് 5 ഇലകൾ വരച്ചു കൊടുക്കാം. പിന്നെ അടുത്ത പൂവിനോ, അതിൽ 4 എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിൽ 4 ഇലകൾ വരച്ചു കൊടുക്കാം. അവസാനത്തെ പൂവിൽ 3 എന്നാണ് എഴുതിയിട്ടുള്ളത്. നമുക്കതിൽ 3 ഇലകൾ വരച്ചു കൊടുക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ മക്കളെ. വണ്ടിന് പുള്ളിയിടാം. ഒരു വണ്ടിന്റെ 2 ചിറകിലുമായി 5 വട്ടങ്ങൾ വരയ്ക്കണം. വ്യത്യസ്ത രീതിയിൽ എങ്ങനെയൊക്കെ വരയ്ക്കാം. ഓരോ ചിത്രത്തിലും വരച്ച എണ്ണം എഴുതുകയും വേണം. അപ്പൊ ഞാൻ ആദ്യം വരച്ചിട്ടുള്ളത് നോക്കൂ. ഒരു ചിറകിൽ 2 എണ്ണം, മറു ചിറകിൽ 3 എണ്ണം. 2 3 എത്രയാകെ? 5 ആയി അല്ലേ? അടുത്തത് വരച്ചത് എങ്ങനെയാണ്? ഒരു ചിറകിൽ 1, മറ്റേ ചിറകിൽ 4. 1 4 രണ്ടും കൂടെ കൂട്ടിയാൽ 5 ആയില്ലേ? അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടാമത്തെ പാഠത്തിൽ വർക്ക് ബുക്കിൽ ചെയ്യാനായിട്ടുള്ള വർക്ക്ഷീറ്റ്സ്. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 1ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്